നമസ്കാരം. ഈ 2025 നടക്കാനിരിക്കുന്ന രണ്ടാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാർ. ദില്ലി തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ദില്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വിജയം നേടാനായി. ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവസാനിപ്പിക്കാനും പാർട്ടിക്കായി. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ ആ ഒരു ക്ഷീണം മാറ്റാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല BJPയെ സംബന്ധിച്ചിടത്തോളം. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2025 ബീഹാർ മാത്രമാണ്. പക്ഷേ ബീഹാറിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. കാരണം ബീഹാറിൽ ഭരണകക്ഷി BJP ആണ്. മാത്രമല്ല, ബീഹാറിൽ പാർട്ടിയുടെ സഖ്യകക്ഷി എന്നത് JDU ആണ്. നിതീഷ് കുമാറിൻ്റെ JDU ആണ്. അത് വളരെയധികം നിർണായകമാണ്. കാരണം 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല കേന്ദ്രത്തിൽ. അതുകൊണ്ട് തന്നെ JDUവിൻ്റെയും അതുപോലെ തെലുങ്കുദേശം പാർട്ടിയുടെയും അടക്കം നിർണായകമായ NDA കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ഭരണം നടത്തുന്നത്. ആ NDA ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് JDU. അതുകൊണ്ട് തന്നെ JDU ഭരിക്കുന്ന അല്ലെങ്കിൽ JDU ഒപ്പമുള്ള ബീഹാറിൽ വളരെ നിർണായകമായ വിജയം നേടിയേ പാർട്ടിക്ക് കഴിയുകയുള്ളൂ. ആ വിജയം നിർണായകവുമാണ്. കാരണം JDUവിനെ സംബന്ധിച്ചിടത്തോളവും നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളവും മുന്നണിയും പാർട്ടിയും മാറുന്നതിന് വലിയ കാരണമൊന്നും വേണ്ടാത്ത ഒരു പാർട്ടിയാണ്. അതായത് വിജയിക്കുന്നത് മറുപക്ഷമാണെങ്കിൽ ആ പക്ഷത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റ് പ്രതിപക്ഷം അല്ലെങ്കിൽ RJD നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടുന്ന മഹാസഖ്യത്തിലേക്ക് പോകാൻ യാതൊരു മടിയുമില്ലാത്ത നേതാവാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെ പാർട്ടി അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ JDU എന്ന പാർട്ടി ഒപ്പമുള്ളത് കൊണ്ട് തന്നെ ബീഹാറിൽ വലിയ വിജയം നേടുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ബീഹാറിൽ ഏറ്റവും വലിയ പാർട്ടി ഇപ്പോഴും BJP തന്നെയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ആകുമെങ്കിലും BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാവില്ല. മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നത് ഒരുപക്ഷേ നിതീഷ് കുമാറിന് തന്നെയായിരിക്കും. അത് പാർട്ടിയുടെ ഒരു തന്ത്രമാണ്. കേന്ദ്രഭരണം വളരെ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് അത് അത്യാവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ബീഹാറിലേത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് RJD ആണ്. കാരണം കോൺഗ്രസ് അല്ല അവിടെ എതിരായി വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയുമായി നേരിട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പക്ഷേ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ എതിരാളി കോൺഗ്രസ് അല്ല, മറിച്ച് അവിടുത്തെ പ്രാദേശിക പാർട്ടിയായ RJD ആണ്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വെല്ലുവിളിയുമാണ്. പക്ഷേ വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇതിനോടകം തന്നെ പാർട്ടി അവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഈ അടുത്ത കാലത്ത് ദില്ലിയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ വിജയം നേടിയതുപോലെ അതേ മാതൃകയിൽ തന്നെ ബീഹാറിലും വിജയം നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ BJP വിശ്വസിക്കുന്നത്. തീർച്ചയായും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനനുകൂലവുമാണ്. ഇപ്പോഴിതാ പുറത്തു വരുന്ന അഭിപ്രായ സർവേകളനുസരിച്ചും BJPക്ക് തന്നെയാണ് മുൻതൂക്കം. അഭിപ്രായ സർവേകളുടെ ഫലങ്ങൾ ജനങ്ങൾ തീർച്ചയായും അത് ഉറ്റുനോക്കുകയാണ്. കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ എന്താകും ഫലം എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ഏറ്റവും പുതിയ അഭിപ്രായ സർവേ അനുസരിച്ച്, ഒരു സ്വകാര്യ ഏജൻസി പുറത്തുവിട്ട അഭിപ്രായ സർവേ അനുസരിച്ച് ആകെ 243 സീറ്റുകളിൽ NDA 125 മുതൽ 133 സീറ്റുകൾ വരെ നേടും എന്നാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത്. 243 എന്ന് പറയുമ്പോൾ തീർച്ചയായും 122 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുണ്ട്. 125 മുതൽ 133 സീറ്റുകൾ വരെ നേടി NDA സഖ്യം വളരെ കംഫർട്ടബിളായി തന്നെ അവിടെ കേവല ഭൂരിപക്ഷം നേടും എന്നാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത്. മഹാഗഠബന്ധൻ വലിയ പോരാട്ടമൊന്നും കാഴ്ചവെക്കാതെ 92 മുതൽ 100 സീറ്റുകളിലേക്ക് ഒതുങ്ങും എന്ന് പറഞ്ഞാൽ അത്ര വലിയ തകർച്ചയും മഹാഗഠബന്ധൻ ഇല്ല. RJDയും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന സഖ്യം 92 മുതൽ 100 സീറ്റുകൾ വരെ നേടും എന്നാണ്. ജൻ സൂരജ് പാർട്ടി എന്നൊരു പുതിയ പാർട്ടി ബീഹാറിൽ ഉദയം കൊണ്ടിട്ടുണ്ട്. ഇവർ രണ്ട് മുന്നണികളിലും പെടുന്നതല്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഈ പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ജൻ സൂരജ് പാർട്ടി എത്ര സീറ്റ് നേടുന്നു എന്നുള്ളതും വളരെ നിർണായകമാണ്. ജൻ സൂരജ് പാർട്ടി 12 മുതൽ 17 സീറ്റുകൾ വരെ നേടും. ജൻ സൂരജ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ 12 മുതൽ 17 സീറ്റുകൾ വരെ നേടും എന്നാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത്. മാത്രമല്ല, മറ്റുള്ളവർക്ക് 1 മുതൽ 4 സീറ്റ് വരെ നേടാൻ സാധിക്കുമെന്നും പറയുന്നു.
ഈ അഭിപ്രായ സർവേ അനുസരിച്ച് തീർച്ചയായും 125 മുതൽ 133 സീറ്റ് എന്ന് പറയുന്നത് അത് ഈ ഘട്ടത്തിൽ, അതായത് ഈ കഴിഞ്ഞ മാസമാണ് 124 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ സർവേ നടന്നിട്ടുള്ളത്. 12,760 പേരിൽ മാത്രം നടന്ന ഒരു സർവേ കൂടിയാണ്. ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണം വരാനുണ്ട്, ഒട്ടേറെ മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് തന്നെ BJP അധികാര തുടർച്ച നേടും, NDA ബീഹാറിൽ അധികാര തുടർച്ച നേടും എന്ന് തന്നെയാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. വരും ഘട്ടങ്ങളിൽ കൂടുതൽ അഭിപ്രായ സർവേകൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, അവരുടെ പ്രചരണം എങ്ങനെ പോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തീ പാറുന്ന പോരാട്ടം തന്നെയായിരിക്കും ബീഹാറിൽ നടക്കുക. ആ പോരാട്ടത്തിൽ വിജയിയാകുന്നത് BJPയും എന്നാണ് ഈ അഭിപ്രായ സർവേകൾ പ്രാഥമികമായി ചൂണ്ടിക്കാണിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.